വിനേഷ്, ഇന്നിപ്പോൾ തലസ്ഥാനത്ത് യോഗങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് നടക്കാനിരിക്കുന്നത്. CLP യോഗം, കൂടാതെ നാളെ UDF യോഗം ചേരാനിരിക്കുന്നു. ഇന്ന് രാത്രി തന്നെ ഗവർണറെ കണ്ട് അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെ തിരക്കിട്ട നീക്കങ്ങളുടെ വേദി കൂടിയാവുകയാണ് തലസ്ഥാനം. എന്തൊക്കെയാണ് ഇനി നടക്കാനുള്ളത്? അതിനിടെ ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. AK ആന്റണിയെ കണ്ടുകഴിഞ്ഞ് VD സതീശൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ AK ആന്റണി ചില കാര്യങ്ങളൊക്കെ പറയുകയാണ്. 2001 അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഇത് പാപ്പരായ സംസ്ഥാനമാണ്, അതുകൊണ്ട് ആദ്യം ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് ഒരുപക്ഷെ അത് ജനങ്ങളോട് കൂടി പറയുന്നതാകാം. കാരണം വലിയ പ്രതീക്ഷകളുണ്ട് ഇവരുടെ വാഗ്ദാനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ. ആ തരത്തിലേക്ക് എങ്ങനെയൊക്കെയാണ് തലസ്ഥാനത്തെ നീക്കങ്ങൾ, അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? കേരളത്തിലെ 24ാമത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ മുമ്പിൽ നിരവധി വെല്ലുവിളികളുണ്ട്. അതിലൊന്ന് AK ആന്റണി പറഞ്ഞ പോലെ തന്നെയുള്ള മുണ്ട് മുറുക്കി കൊടുക്കുക. കാരണം നമ്മുടെ ഖജനാവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഈ അനുജയും സുഹൈലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ MLA-മാർ എത്രത്തോളം സഹകരിക്കും, അതിൽ ആരൊക്കെ മന്ത്രിയാവും, അതിലേതെങ്കിലും ഫോർമുല ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പോവുക. എന്തായാലും ഇന്ന് വലിയ വർണ്ണാഭമായ സ്വീകരണം തന്നെയാണ് VD സതീശന് എല്ലായിടങ്ങളിലും ലഭിച്ചത്. KPCC ഓഫീസിൽ അല്പസമയം മുമ്പ് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. വലിയ സ്വീകരണം ലഭിച്ചു. പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണിയെ കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തിയത്. അതിനുശേഷം അദ്ദേഹവുമായി അല്പസമയം കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ VD സതീശൻ ഇറങ്ങിയിട്ടുള്ളത്. ഇനി എന്തായാലും അദ്ദേഹം പോകുന്നത് നിയമസഭാ കക്ഷി സമ്മേളനത്തിനാണ്. ആ സമ്മേളനം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3/4 മണിക്കൂർ സമയം മാത്രമാണ് ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം ഗവർണറെ കണ്ടേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അതിനുശേഷം കണ്ടോൺമെൻറ് ഹൗസിലേക്ക് തന്നെ പോകും. ഇനി മാത്രമല്ല, തിരക്കിട്ട മറ്റു മന്ത്രിമാരുടെ ചർച്ചകളും ഇനി നടക്കേണ്ടതുണ്ട്. ഇതിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ടാവും, ഓരോ ചർച്ചകളും കീറാമുട്ടിയാവും എന്നൊക്കെ വരും മണിക്കൂറുകൾ നമ്മൾ കാത്തിരിക്കണം. കാരണം മുഖ്യമന്ത്രി എന്നുള്ളൊരു കടമ്പ കടന്നെങ്കിൽ പോലും ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൽ മന്ത്രിമാരെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് മുഴുവൻ ആളുകൾക്കും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പോലും നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം എങ്കിൽ പോലും പരമാവധി അന്ന് തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വളരെ കുറച്ച് മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഘടകകക്ഷികൾ ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗ് 5 മന്ത്രിമാരെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്പീക്കർ സ്ഥാനമോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോസഫ് വിഭാഗം 2 മന്ത്രിമാരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മന്ത്രിയായിരിക്കും ലഭിക്കുക. മറ്റുള്ള ഘടകകക്ഷികൾക്കൊക്കെ ഓരോ മന്ത്രിമാരെ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും വരും മണിക്കൂറുകളിൽ ഉണ്ടാകുക. ഇതെല്ലാം കഴിഞ്ഞ് സത്യപ്രതിജ്ഞയിലേക്ക് എത്തുമ്പോഴത്തേക്ക് മുഴുവൻ മന്ത്രിമാർക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയുമോ എന്നറിയില്ല. എന്തായാലും നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഫ്ലക്സ് യുദ്ധങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. VD സതീശന് വേണ്ടി തെരുവിൽ ജനങ്ങൾ ഇറങ്ങിയത് കണ്ടതാണ്. സോഷ്യൽ മീഡിയയിലും വലിയ വാർ നമ്മളെ കണ്ടതാണ്. അതിനെല്ലാം തന്നെ ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം 11 മണിയോട് കൂടിയാണ് അതിനെല്ലാം തന്നെ ഒരു വിരാമം ഇട്ടുകൊണ്ടാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷമുള്ള ഓരോ മണിക്കൂറുകളും അദ്ദേഹത്തിന് സ്വീകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തകർ ആഹ്ലാദത്തിലാണ്. എന്തായാലും KC ക്യാമ്പ് വളരെ മ്ലാനതയിലാണ്. ഇതിനിടയിൽ രമേശ് ചെന്നിത്തല പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം വീട്ടിൽ അതുവരെ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പോയി ഗുരുവായൂർക്ക് പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടായേക്കില്ല എന്നുള്ളൊരു സൂചന കൂടി പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും കോൺഗ്രസിനകത്തും UDF-നകത്തും സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ടതില്ല. ഈ AK ആന്റണിയുടെ പ്രസ്താവന കേൾക്കുമ്പോൾ തമിഴ്നാട്ടിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നടത്തിയ ആദ്യ പ്രസംഗമാണ് ഓർമ്മ വരുന്നത്. ഖജനാവ് ചൂണ്ടിക്കാണിച്ച് ഇവിടെ മുഴുവൻ കടമാണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ സമാനമായ രീതിയിൽ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിൽ VD സതീശന്റെ പ്രതികരണങ്ങൾ. ഈ ജനകീയ പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. അതൊക്കെ തുടക്കത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഈ പ്രസ്താവനകൾ. ആദ്യം സ്റ്റെബിലിറ്റി, പിന്നീട് പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതായിരിക്കുമോ ഭരണത്തിലുള്ള മുന്നോട്ടുള്ള വഴികൾ? VD സതീശന്റെ മാതൃകാ മോഡൽ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. അനുജ, അതാണ് ആശാ വർക്കർമാർക്കൊക്കെയുള്ള ഓണറേറിയം നൽകും. അത് ആദ്യം മന്ത്രിസഭയിൽ തീരുമാനമുണ്ടാകും എന്നുള്ളതായിരുന്നു വാഗ്ദാനം. അപ്പോൾ അതൊക്കെ ഏത് തരത്തിലേക്ക് നടപ്പാക്കും? അത് നടപ്പാക്കപ്പെടുമോ, അല്ലെങ്കിൽ ഖജനാവിൽ ഒന്നുമില്ല, കാലിയായ ഖജനാവാണ്, പാപ്പരായ സംസ്ഥാനമാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനാണോ പദ്ധതി? നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രഖ്യാപനങ്ങളാണ് ഭരണത്തിലേറിയാൽ അത് റിയാലിറ്റിയിൽ കൊണ്ടുവരണം, നടപ്പിലാക്കണം, യാഥാർത്ഥ്യമാക്കണം. അതെ. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അല്പസമയത്തിനകം തന്നെ നിയമസഭാ കക്ഷി യോഗം ചേരും. തുടർന്നങ്ങോട്ട് ഇന്ന് 7:30 ഗവർണറെ കാണും. അവകാശവാദം ഉന്നയിക്കും നേതാക്കൾ സർക്കാർ രൂപീകരണത്തിന്. ഒപ്പം നാളെ UDF യോഗം, വളരെ പ്രധാനപ്പെട്ടതാണ് ആ യോഗവും. ഇങ്ങനെ തിരക്കിട്ട നീക്കങ്ങൾക്ക് വേദിയാകുന്നു തലസ്ഥാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.